അടുത്ത എക്സാമിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റ് 9ാമത്തെ മോക്ക് ടെസ്റ്റ് എക്സാം എഴുതാത്തവർ 8ാമത്തെ മോക്ക് ടെസ്റ്റ് വരെ എഴുതാത്തവർ അതൊന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് റെഡിയാക്കുക. അതിനു മുമ്പ് ശ്രദ്ധിക്കുക, മിഷൻ LDC PDF ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഓഗസ്റ്റ് 1 മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ടാവുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ, കറണ്ട് അഫേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്, ഡെയിലി എക്സാം, ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് CA കറണ്ട് അഫെയർസ് 10th പ്രിലിംസിൻ്റെ കറണ്ട് അഫെയർസ് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അതിൻ്റെ നോട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ PDF നോട്ടും 10th പ്രിലിംസിൻ്റെ PDF നോട്ടും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിനകത്ത് LDC PDF ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ മന്ത്ലി ഫീസ് 99 രൂപയാണ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം: ഹൊറൈസൺ ഓഫ് ഇന്ത്യ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? മൂന്നാമത്തെ ചോദ്യം: കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? നാലാമത്തെ ചോദ്യം: ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി ആര്? അഞ്ചാമത്തെ ചോദ്യം: വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? ആറാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ അടിസ്ഥാന വസ്തുതകളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 580 കിലോമീറ്റർ, കേരളത്തിൻ്റെ വിസ്തീർണം 38,663 സ്ക്വയർ കിലോമീറ്റർ, കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം 560 കിലോമീറ്റർ, റവന്യൂ ഡിവിഷനുകൾ 27. ഏഴാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കേരളത്തിലെ റെയിൽപാതകളില്ലാത്ത ജില്ലകളാണ് ഇടുക്കി, വയനാട്, പത്തനംതിട്ട. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ്. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാത കേരളത്തിനുണ്ട്. എട്ടാമത്തെ ചോദ്യം: ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗസംഖ്യ എത്ര? ഒൻപതാമത്തെ ചോദ്യം: നിലവിൽ കേരളത്തിലെ ധനകാര്യമന്ത്രി ആരാണ്? പത്താമത്തെ ചോദ്യം: തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മണ്ണിനം അല്ലാത്തത് ഏത്? പതിനൊന്നാമത്തെ ചോദ്യം: ഏലം, തേയില വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏവ? പന്ത്രണ്ടാമത്തെ ചോദ്യം: നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? പതിമൂന്നാമത്തെ ചോദ്യം: നിലവിലെ ISRO ചെയർമാൻ ആര്? പതിനാലാമത്തെ ചോദ്യം: ഇന്ത്യയിൽ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് എവിടെ? പതിനഞ്ചാമത്തെ ചോദ്യം: ജോൺ ജോസഫ് മർഫിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസ്താവന: ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്, അയർലൻഡ് സ്വദേശി, കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. പതിനാറാമത്തെ ചോദ്യം: ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം, അതായത് വെള്ളം, വളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതി ഏത്? പതിനേഴാമത്തെ ചോദ്യം: കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ എത്ര? പതിനെട്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ ഡോക്ടർ മുതലിയാർ കമ്മീഷൻ ശുപാർശകളിൽ പെടാത്തത് ഏത്? 19ാമത്തെ ചോദ്യം: ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല നിർമ്മിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ? 20ാമത്തെ ചോദ്യം: നിലവിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? 21ാമത്തെ ചോദ്യം: 1887 മുംബൈയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്ര? 22ാമത്തെ ചോദ്യം: ഫാർഹുദി ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? 23ാമത്തെ ചോദ്യം: ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? 24ാമത്തെ ചോദ്യം: ഒരാൾ 6 മണിക്കൂർ കൊണ്ട് 420 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര? 25ാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്ന അതിവർഷം ഏത്? അപ്പോൾ ഉത്തരങ്ങൾ കിട്ടിക്കാണും. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. എത്ര മാർക്ക് കിട്ടുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആദ്യ ചോദ്യം:
മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഹൊറൈസൺ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്നാണ്. ഓപ്ഷൻ സി ആണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരെന്നാണ്. ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി. അടുത്ത നാലാമത്തെ ചോദ്യം, ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി. ഓപ്ഷൻ ഡി ആണ് കുമാരനാശാൻ. അഞ്ചാമത്തെ ചോദ്യം, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരെന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, സഹോദരൻ അയ്യപ്പൻ. അടുത്ത ആറാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ അടിസ്ഥാന വസ്തുക്കളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത ജോഡികൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 580 എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 560 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം, 560 കിലോമീറ്റർ. ഓക്കെ, അടുത്ത കേരളത്തിൻ്റെ വിസ്തീർണം 38,861 സ്ക്വയർ കിലോമീറ്റർ ആണ്. 863 സ്ക്വയർ കിലോമീറ്റർ ആണ്, 663 സ്ക്വയർ കിലോമീറ്റർ അല്ല. ഓക്കെ, 38,861 സ്ക്വയർ കിലോമീറ്റർ. അടുത്ത, അപ്പോൾ അതും തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത, കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം 560 കിലോമീറ്റർ. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം ലേറ്റസ്റ്റ് 590 കിലോമീറ്റർ ആണ്. ഓക്കെ, അടുത്ത, കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം അത് 27 ശരിയാണ്. ഓക്കെ, ഇതിനകത്ത് കേരളത്തിൻ്റെ അടിസ്ഥാന വസ്തുക്കളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 ശരിയല്ലാത്ത ജോഡികളാണ്. ഓപ്ഷൻ ബി ആണ് 1, 2, 3. ക്ലിയർ. അടുത്ത ആറാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവാം? ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് കിട്ടും. പത്തനംതിട്ടയിൽ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ കേരളത്തിൽ റെയിൽപാതകളില്ലാത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. ഓക്കെ, കേരളത്തിൽ റെയിൽപാതകളില്ലാത്ത ജില്ലകളാണ് ഇടുക്കി, വയനാട്, പത്തനംതിട്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്തനംതിട്ടയ്ക്ക് റെയിൽവേ സ്റ്റേഷനുണ്ട്. ഓപ്ഷൻ എ ആണ് എന്താണ് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. അടുത്ത എട്ടാമത്തെ ചോദ്യം, ചെയർമാൻ ഉൾപ്പെടെ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 5 അംഗസംഖ്യ. അടുത്ത, നിലവിലെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് വി ഡി സതീശൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യമന്ത്രി. ഓക്കെ, മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ് വി ഡി സതീശൻ. 24ാമത്തെ മുഖ്യമന്ത്രി. ഓക്കെ, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ധനവകുപ്പ്, ധനകാര്യ വകുപ്പ്, അതുപോലെ തന്നെ നിയമവകുപ്പ്, അതുപോലെ തന്നെ പൊതുഭരണ വകുപ്പ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്, തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വി ഡി സതീശനാണ്. അടുത്ത 10ാമത്തെ ചോദ്യം, തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മണ്ണിനം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതാണ്? നേരത്തെ ചോദിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിലെ മണ്ണിനമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിന് ചോദ്യത്തിന് ചെറിയൊരു വ്യത്യാസം. എന്താണ്? തമിഴ്നാട്ടിലെ മണ്ണിനം, പ്രധാനപ്പെട്ട മണ്ണിനം അല്ലാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് എക്കൽ മണ്ണ്. ഓക്കെ, ഓപ്ഷൻ സി എക്കൽ മണ്ണ്, മറന്നു പോകരുത്. അടുത്ത 11ാമത്തെ ചോദ്യം, ഏലം തേയില വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യം ഭൂമിശാസ്ത്രമായ ഘടകങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധാരാളമായി ധാരാളമായി ലഭിക്കുന്ന മഴ ശരിയാണ്. നീർവാഴ്ചയുള്ള മണ്ണ് അത് ശരിയാണ്. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ. ഓക്കെ, ഏലം തേയില എന്നിവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്രമായ ഘടകം എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത 12ാം ചോദ്യം, നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് വി സുബ്രഹ്മണ്യം. ഓക്കെ, നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കേരളത്തിലാണ് അലക്സാണ്ടർ തോമസ്. അടുത്ത ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അടുത്ത 13ാം ചോദ്യം, നിലവിലെ ISRO ചെയർമാൻ ആരെന്നാണ്. ഓപ്ഷൻ ബി ആണ് ഡോക്ടർ വി നാരായണൻ. അടുത്ത 14ാം ചോദ്യം, ഇന്ത്യയിൽ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ്. ഓപ്ഷൻ ഡി ആണ് ഡൽഹി മെട്രോ. 15ാമത്തെ ചോദ്യം, ജോൺ ജോസഫ് മർഫിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോസഫ് മർഫിയാണ്, ശരിയാണ്. അയർലൻഡ് സ്വദേശിയാണ് ജോൺ ജോസഫ് മർഫി, അത് ശരിയാണ്. കോട്ടയം ജില്ലയിലെ മുണ്ടയ്ക്ക് തിരഞ്ഞെടുത്ത NTR വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചതോ ഇദ്ദേഹമാണ്, ജോൺ ജോസഫ് മർഫിയാണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 16ാമത്തെ ചോദ്യം, ഓരോ പ്രദേശത്തെ മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ ലഭ്യമാക്കുന്ന കൃഷി രീതി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കൃത്യത കൃഷി അഥവാ സൂക്ഷ്മ കൃഷി എന്ന് ഓർത്ത് വയ്ക്കുക. ഓപ്ഷൻ ബി. അടുത്ത 17ാമത്തെ ചോദ്യം, കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ എത്ര ആണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് 300 സെൻറ്റിമീറ്റർ. ഓക്കെ,
അടുത്ത 18ാം ചോദ്യം, താഴെ പറയുന്നതിൽ ഡോക്ടർ മുതലിയാർ കമ്മീഷൻ ശുപാർശകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. അധ്യാപക പരിശീലന സമിതികൾ രൂപീകരിക്കണം, മുതലിയാർ കമ്മീഷന്റെ ശുപാർശയാണ്. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, മുതലിയാർ കമ്മീഷന്റെ ശുപാർശയാണ്. ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം, മുതലിയാർ കമ്മീഷന്റെ ശുപാർശയാണ്. മുതലിയാർ കമ്മീഷൻ വർഷം എന്നാണ്? 1952. ഓക്കെ, ഇതിൽ തെറ്റായത് സ്റ്റേറ്റ്മെന്റ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നത് മുതലിയാർ കമ്മീഷന്റെ ശുപാർശയല്ല. അത് ആരുടെ ശുപാർശയാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശയാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശയാണ്. ഓർത്ത് വയ്ക്കുക. അടുത്ത 19ാമത്തെ ചോദ്യം, ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല നിർമ്മിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. ഏത്? ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല നിർമ്മിച്ചതോ എന്ന് ഓർത്ത് വയ്ക്കുക. ദുർഗാപൂർ. ഓക്കെ. അടുത്ത 20ാം ചോദ്യം, നിലവിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം. സിമ്പിൾ ചോദ്യമാണ്, എന്നാലും ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അടുത്ത 21ാം ചോദ്യം, 1887 റാങ്ക് മേക്കിംഗ് ചോദ്യം. മുംബൈയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ആർക്കെങ്കിലും അറിയാമോ? ഓപ്ഷൻ എ ആണ്, 10 പേരാണ്. ഓക്കെ. അടുത്ത 22ാം ചോദ്യം, വീണ്ടും റാങ്ക് മേക്കിംഗ് ചോദ്യം. ഫാർഹുദി ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആണ്, മധ്യപ്രദേശ്. ഇതിയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്ത 23ാം ചോദ്യം, ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ ആണ്, ഗലീലിയോ. അടുത്ത 24ാം ചോദ്യം, ഒരാൾ 6 മണിക്കൂർ കൊണ്ട് 420 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത. സ്പീഡ് കാണാൻ ലൊക്കേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, സ്പീഡ് കാണാൻ ലൊക്കേഷൻ, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഇവിടെ നമുക്ക് മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് എളുപ്പമായി കിലോമീറ്ററും മണിക്കൂറുമാണ്. എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് 420 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 6 മണിക്കൂർ എന്ന് തന്നിട്ടുണ്ട്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര? 7 6 42. അപ്പോൾ 70 എന്ന് കിട്ടും. 70 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇതിൽ സമയം മിനിറ്റ് ആണെങ്കിൽ വീണ്ടും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ 70 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത 25ാം ചോദ്യം, താഴെ തന്നിരിക്കുന്ന അതിവർഷം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിവർഷം ഏത് എന്ന് കണ്ടെത്താൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? എന്താണ് ഓർക്കേണ്ടത്? നൂറ്റാണ്ടുകൾ. സാധാരണ വർഷത്തെ 4 കൊണ്ടും, സാധാരണ വർഷത്തെ എന്തുവാണ് തന്നിരിക്കുന്നത്? സാധാരണ വർഷത്തെ 4 കൊണ്ടും, അതുപോലെ നൂറ്റാണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? 400 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന വർഷത്തെയാണ് എന്ത് പറയുന്നത്? അതിവർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ പ്രധാനപ്പെട്ടത് നമുക്ക് 400 അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പോൾ ഒരു നല്ലൊരു ഈ സംഖ്യകൾ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? അവസാനത്തെ 2 സംഖ്യകൾ നോക്കുക. അവസാനത്തെ 2 സംഖ്യകൾ 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന അതിൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ 4ൻ്റെ ഗുണിതങ്ങളാണോ എന്ന് നോക്കുക. 14 എന്ന് പറയുന്നത് 4ൻ്റെ ഗുണിതമല്ല, അപ്പോൾ ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇതിൽ 62 എന്ന് പറയുന്നത് 4ൻ്റെ ഗുണിതമല്ല, അതും ഒഴിവാക്കാം. ഓക്കെ, ഇനി അടുത്തുള്ളത് 36 ഉണ്ട്, 00 ഉണ്ട്. ഇപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ട് നൂറ്റാണ്ടാണെങ്കിൽ 400 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയണം. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ 400 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ? ഇല്ല. 18 വന്നത്, 16 വന്നെങ്കിൽ പൂർണ്ണമായി ഹരിക്കാൻ കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കാം. ഇനിയുള്ളത് 19, 36നെ ഇങ്ങനെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? കഴിയും. ഓക്കെ, 2 സംഖ്യ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണ്. എന്നാലും ജസ്റ്റ് നോക്കൂ എങ്ങനെയാണ്. 4 16 എന്ന് കിട്ടും. 16 കിട്ടിയാൽ ബാക്കി എത്രയാണ്? 3 33 4 8 32. ഓക്കെ, 32. ബാക്കി എത്രയുണ്ട്? 1 ഉണ്ട്, 16. 4 16. ഓക്കെ, 0 പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ, ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. 25 മാർക്കിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അടുത്ത എക്സാമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.